നമസ്കാരം ഡാർക്കുൾഷിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രീമിയർ പ്രോ ഉപയോഗിച്ചുകൊണ്ട് ടെക്സ്റ്റ് ബിഹൈൻഡ് സബ്ജക്റ്റ് എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് റോട്ടോസ്കോപ്പിങ്ങോ അല്ലെങ്കിൽ മാസ്കിങ്ങോ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ടൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. അതിനുവേണ്ടി ഞാൻ തന്നെ ഏതെങ്കിലും ഒരു ക്ലിപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാണ്. ഓക്കെ അല്ലേ, ഈ ഒരു ക്ലിപ്പാണ് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇത്തിരി ലൈറ്റൊക്കെ കൂടുതലുള്ളതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ ഗ്രേഡിംഗ് ടാബ് പോയി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു ക്ലിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമാണ് പറയുന്നത്, നിങ്ങളുടെ ക്ലിപ്പിൽ ഒരു പക്ഷേ ഉണ്ടാവണമെന്നില്ല. അപ്പം കളർ പാനലിലേക്ക് പോവുകയാണ്. കളർ പാനലിൽ പോയി ഇത്തിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. അതിൻ്റെ ബ്ലാക്സും അല്ലാതെ കളയട്ടല്ല, ഇത്തിരി കളഞ്ഞാൽ മതി. കൂടുതലായിട്ട് വൈറ്റ്സും ഷാഡോസും ഹൈലൈറ്റും ഇത്തിരി എക്സ്പോഷറും കളയാണ്. നോക്കിയിട്ട് ചെയ്യുക കേട്ടോ, ഓവറായിട്ട് കുറഞ്ഞു പോകണ്ട. ആണെങ്കിൽ കോൺട്രാസ്റ്റ് കൂട്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പം ബ്ലാക്കും വൈറ്റും ഒരേപോലെ കയറും കേട്ടോ. കോൺട്രാസ്റ്റ് കൂട്ടുന്ന സമയത്ത് കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അല്ലേ. സ്കോപ്പ് നോക്കണേ, സ്കോപ്പിൽ വല്ലാതെ താഴ്ന്നു പോകണ്ട. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ പറഞ്ഞാൽ നമുക്ക് ക്ലയൻറ്റിന് കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ ഇവിടെ ട്യൂട്ടോറിയൽ കാണിക്കാനായതുകൊണ്ട് ലൈറ്റ് കുറച്ചൊന്ന് 0ൽ താഴെ പോയിട്ടുണ്ട്, നോക്കണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് ആദ്യം തന്നെ. ഇനി എനിക്ക് എന്താ വേണ്ടേ, ഒരു ടെക്സ്റ്റ് വേണം അല്ലേ ഇതിൽ എഴുതാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുക? ഇവിടെ ടി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അല്ലേ, ടി ടൈപ്പ് ടൂൾ, അല്ലെങ്കിൽ നമുക്ക് ടി എന്നുള്ള ഷോർട്ട് കട്ട് അടിച്ചുകൊണ്ടും ഇത് ഓൺ ചെയ്യാം. ടി അടിച്ച ശേഷം നമുക്ക് എവിടെയാണ് എഴുതേണ്ടത് വെച്ചാൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഡാർക്ക് എന്നോ ടെക്സ്റ്റ് എന്നോ എന്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എഴുതാം. എഴുതിയ ശേഷം ഇതിൻ്റെ വലിപ്പം എന്ത് ചെയ്യുക, ഇവിടെ എഡ്ജിൽ പിടിച്ച് ഇങ്ങനെ വലിച്ചിട്ട് നമ്മുടെ വീഡിയോ എത്ര ഉണ്ടോ അത്രയും ദൂരത്തിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. ഓക്കെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പൊസിഷൻ അറേഞ്ച് ചെയ്ത് വെക്കാം. എങ്ങനെയാണ്, ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഈ ടെക്സ്റ്റ് എന്നുള്ളത് ഇവിടെ നിന്ന് മാറ്റിയിട്ട് സെലക്ഷൻ ടൂൾ എടുക്കുക. സെലക്ഷൻ ടൂളിൻ്റെ ഷോർട്ട് കട്ട് എന്താണ്, വി അല്ലേ. ഓക്കെ, എന്നിട്ട് നമുക്ക് വേണ്ട പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇതേപോലെ ആകാശത്തിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. അന്ന് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആകാശത്തിൻ്റെ കളർ പിക്ക് ചെയ്തിട്ട് അത് മായ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ. ഇനി കീബോർഡിൻ്റെ അകത്ത് ആൾട്ട് അല്ലെങ്കിൽ ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഈ ഒരു വീഡിയോനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. എങ്ങനെയാണ്, ആൾട്ട് ബട്ടൺ ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിക്കുക, ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മേലത്തെ ലെയറിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 ലെയറുകളായിട്ട് കിട്ടും. ഫസ്റ്റ് ലെയറിൽ മെയിൻ വീഡിയോ, സെക്കൻഡ് ലെയറിൽ ടെക്സ്റ്റ്, മൂന്നാമത്തെ ലെയറിൽ നമ്മൾ ഈ ഒരു ആകാശം അതായത് സ്കൈ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. സ്കൈ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ടൂളൊന്നുമില്ല, നമുക്ക് കളർ റിമൂവൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. നേരെ നമ്മളിവിടെ ഒരു ബോക്സ് കാണാൻ പറ്റില്ല, ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നേരത്തെ കളർ മാറ്റിയ ആ ബോക്സിലെ അവിടെ എഫക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊണ്ടുവരാം. എഫക്ട്സ് നമ്മൾ കളർ മോഡ് തന്നെ ആണെങ്കിൽ ഇവിടെ ബ്രൗസ് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് എഫക്ട്സ് ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വലുതായിട്ട് കാണാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എഫക്ട്സ് ഓൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഏത് മോഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഇനി എന്താ വേണ്ട, ഇവിടെ ഒരു കിയറിൻ്റെ ആവശ്യമുണ്ട്. കളർ കിയർ എന്ന് പറഞ്ഞാൽ കളർന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. ജസ്റ്റ് കിയർ എന്നും കൂടി കളർ കീ എന്നും കൂടി അടിക്കുക കേട്ടോ. കളർ കീ. ഓക്കെ, കളർ കീന് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഡ്രാഗ് ചെയ്യുക, എന്നിട്ട് മേലത്തെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ അല്ലേ, മേലത്തെ വീഡിയോയിലേക്ക് ആഡ് ചെയ്തിട്ട് ആ വീഡിയോയിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ലെഫ്റ്റ് സൈഡിൽ വന്ന ശേഷം അവിടെ എഡിറ്റിൻ്റെ അകത്ത് നമുക്ക് എഫക്ട് കൺട്രോൾ എന്ന് കാണാൻ പറ്റില്ല. എഫക്ട് കൺട്രോളിൻ്റെ അകത്ത് വന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ എഫക്ട്സ് ഒക്കെ ചെയ്യുന്നത്. എഫക്ട് കൺട്രോളിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പുതിയൊരു ഓപ്ഷൻ അപ്പിയർ ആയിട്ടുണ്ടാവും, എഫക്ട്സ് കളർ കീ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ അല്ലേ, ആ കളർ കീയിൽ ഈ ഒരു കളർ പിക്കർ കണ്ടാവും. ഈ കളർ പിക്കർ പിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് കളറാണോ റിമൂവ് ചെയ്യേണ്ടത് അതിനെ സെലക്ട് ചെയ്തെടുക്കുക. എനിക്ക് തോന്നുന്നത് ഈ ഒരു കളർ സെലക്ട് ചെയ്തായിരിക്കും നമുക്ക് ബെറ്റർ, നീലനേക്കാളും ഇതും കൂടെ മായ്ക്കാനുള്ള അല്ലേ. ആ ഒരു കളർ പിക്ക് ചെയ്തു. ഇനി എനിക്കിത് റിമൂവ് ആകുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി എന്ത് ചെയ്യാം, താഴെ വന്നിട്ട് ഇവിടെ കണ്ണിൻ്റെ ഒരു ഐക്കൺ കണ്ടോ, അതായത് നമുക്ക് കാണാം കാണാതിരിക്കുക എന്നുള്ളതാണ്, ഹൈഡ് അൺഹൈഡ്. അപ്പോൾ നമുക്കിവിടെ ഹൈഡ് ചെയ്യാൻ പോവാണ്. രണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണ് ഓഫ് ആയില്ലേ. അതായത് ഇനി അവിടെ 2 വരുമ്പോൾ കാണില്ല, ഈ മേലുള്ള ലെയർ മാത്രമേ കാണുള്ളൂ. നമുക്ക് കംപ്ലീറ്റ് ചെയ്ത ശേഷം അവരെ ഓൺ ചെയ്യാം കേട്ടോ. ഇനി എന്ത് ചെയ്യാം, വീണ്ടും അവരെ തന്നെയാണ് ക്ലിക്ക് ചെയ്ത് കൺഫേം ആക്കുക. ഇവിടെ കളർ കീൻ്റെ തൊട്ട് താഴെയായിട്ട് കളർ ടോളറൻസ് എന്ന് കാണാൻ പറ്റും, ടോളറൻസ്. ആ കളർ ടോളറൻസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ക്ലോക്കിൻ്റെ ഐക്കൺ കണ്ടോ, അതാണ് കീ ഫ്രെയിം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു ആനിമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കീ ഫ്രെയിമിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ചൊന്ന് മുന്നോട്ടേക്ക് വരിക. അവൻ നടന്ന് അവിടെ എത്തുന്നതിന് മുന്നേ എന്ത് ചെയ്യാം, ഈ ടോളറൻസ് മുന്നോട്ടേക്ക് നീക്കി നോക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ മാഞ്ഞു പോകുന്നത് കാണാൻ പറ്റും ആകാശം. നമുക്ക് എത്രത്തോളം മായണോ അത്രത്തോളം മായ്ക്കുക. നമ്മുടെ ആൾ മാഞ്ഞു പോയരുത്, ബാക്കി കാര്യങ്ങളൊന്നും മാഞ്ഞു പോയത്, നമുക്ക് ഇത്രയൊക്കെ മാഞ്ഞാൽ മതി ഏകദേശം. അപ്പോൾ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ കൊള്ളും. ഓക്കെ, ഇത്രയും സെറ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കീ ഫ്രെയിം വന്നിട്ടുണ്ടാവും കേട്ടോ. ഇത്രയും സെറ്റ് ചെയ്ത ശേഷം നമ്മുടെ താഴെയുള്ള ലെയറുകൾ വീണ്ടും അൺഹൈഡ് ചെയ്യുക. അപ്പോൾ അവരൊക്കെ തിരിച്ചു വരും. ഇനി ജസ്റ്റ് ഈ വീഡിയോ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ട ആ ഒരു ആനിമേഷൻ അവിടെ കിട്ടും. ആൾ മുന്നിലൂടെ നടന്നു പോകുമ്പം ആ ഡാർക്ക് എന്ന് എഴുതിയ ഒരു ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പോവുകയും ചെയ്യും. ഈസി അല്ലേ. ഇതേപോലെ ഈസി ആയിട്ട് വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡാവിഞ്ചി റിസോൾവ്, പ്രീമിയർ പ്രോ, FCP ഒക്കെ നമ്മൾ വെബ്സൈറ്റ് ത്രൂ പെയ്ഡ് കോഴ്സായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ. കോൾ ചെയ്യണ്ട, വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ, എന്നാൽ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.